ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യപ്രതിയുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ബദർപൂർ ടോൾ പ്ലാസയിലൂടെ തിങ്കളാഴ്ച രാവിലെ ഉമർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കാറിന് പിറകിലുള്ള സീറ്റിലുള്ള ബാഗുകളിൽ സ്ഫോടക വസ്തുക്കൾ എന്ന് നിഗമനമുണ്ട്. CCTV ദൃശ്യങ്ങൾ കാണാം ആദ്യം. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ സുരക്ഷാ വിന്യാസമൊക്കെ ഉള്ള കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ഭീകരൻ കടന്നു പോകുന്നത്. വിവരങ്ങൾ. 10-ാം തീയതി രാവിലെ, അതായത് സ്ഫോടനം നടന്ന ദിവസം രാവിലെ ഇയാൾ ഹരിയാനയിൽ നിന്നും ബദർപൂർ അതിർത്തി വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ്. ബദർപൂർ ടോൾ പ്ലാസയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് മുഖംമൂടി ധരിച്ച് ഉമർ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല പുറകിൽ ചില ബാഗുകളും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബാഗുകളിൽ ഇത്തരത്തിൽ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളാണ് എന്നുള്ള നിഗമനമാണ് നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത്. ഇതടക്കം ഇപ്പോൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വ്യക്തത വരുത്തുമെന്നുള്ള കാര്യം തന്നെയാണ് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുടെ റൂട്ട് മാപ്പ് അടക്കം ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും രാവിലെ 8 മണിയോടെ ആ CCTVയിൽ കൃത്യമായിട്ട് സമയമടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് ശേഷം ഇയാൾ ബദർപൂർ ടോൾ പ്ലാസ കടന്ന് മുന്നിലോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയാണ്. വാഹനത്തിന്റെ പിൻ സീറ്റിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായത്. പൊട്ടിത്തെറിക്കുമ്പോഴും വാഹനത്തിന്റെ പിന്നിലുണ്ടായിരുന്ന മറ്റ് വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും ആളുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ആൾനാശം സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലോ ഇക്കാര്യത്തിൽ അടക്കം ഒരു സ്ഥിരീകരണം കൂടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിഗമനം ഈ ബാഗുകളിൽ, വലിയ ബാഗുകളിൽ ഉണ്ടായിരുന്നത് 70 കിലോയോളം അമോണിയം നൈട്രേറ്റും അതുപോലെ തന്നെ സൈനികരടക്കം ഉപയോഗിച്ചിരുന്ന ചില തരത്തിലുള്ള രാസവസ്തുക്കളടക്കമാണ് എന്നുള്ളതാണ്.